ഒന്ന് പുഞ്ചിരി ബസ്സിൽ കണ്ടില്ലല്ലോ. ഏത് ബസ്സിലാ വന്ന്? ആ ഒന്നും പറയണ്ട, ഇന്നും രാവിലെ ഈ കുട്ടികളുടെ ഇടിയും തിരക്കും തന്നെ. ഇവർക്കൊക്കെ വേറെ ബസ്സിൽ കയറി വന്നൂടെ? ഓ, മനുഷ്യനാണെങ്കിൽ ഇരിക്കുന്നിടത്ത് ഒരു സ്വസ്ഥതയില്ല. ഇങ്ങനെ തെക്കി തിരക്കി. ഉഫ്, ഒന്നും പറയണ്ട. ആ, വേണുമാഷ് പുതിയ ഐഫോണൊക്കെ എടുത്താ? ഓ, അളിയൻ ഗൾഫിന്ന് കൊണ്ടുവന്നല്ലേ. ഇതുപോലത്തെ അളിയന്മാരൊക്കെ നമുക്കില്ലാണ്ട് പോയല്ലോ. എന്താ പിന്നെ എന്തൊക്കെയാ കൊണ്ടുവന്ന്? ആ, സരിത ടീച്ചർക്ക് പിന്നെ 6B-ലല്ലേ ക്ലാസ്. ഓ, എങ്ങനെയാണ് അവിടുത്തെ പിള്ളേരെ സഹിക്കുന്നത്? എന്റെ പൊന്നെ, അലപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം ബഹളാണ്. അവിടേക്ക് ഇപ്രാവശ്യം ഞാൻ അവിടുത്തെ ക്ലാസ് ടീച്ചറായിട്ട് കയറേണ്ടതായിരുന്നു. എന്തോ ഭാഗ്യത്തിനാണ് ഞാൻ അവിടെ കയറാതിരുന്നത്. അവിടെ കയറി കഴിഞ്ഞാണ്ടല്ലോ, ഓ, എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യ. എങ്ങനെ മാനേജ് ചെയ്യുന്ന അവിടുത്തെ പിള്ളേരെ? എടോ, ആ 7C-ലെ ക്ലാസ് ലീഡറിനെ ഒന്നും വിളിക്കട്ടാ, എനിക്കൊന്ന് കാണണം പറ. അതന്നെ. ആ, തന്നെ ഞാൻ വിളിപ്പിച്ചതേ. അടുത്ത പീരീഡ് PT അല്ലേ, അപ്പൊ PTക്ക് ആരോടും പുറത്തു പോകണ്ട പറ. ഞാൻ വരുന്നുണ്ട്. നമുക്ക് കുറെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ ആരുടെ ക്ലാസ്സിൽ പുറത്തു പോകാതെ ക്ലാസ്സിൽ തന്നെ ഇരിക്കാൻ പറയട്ടാ. ഞാൻ വരുന്നുണ്ട്. പിന്നെ നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് നാളെ ഫസ്റ്റ് പീരീഡ് എന്നെ കാണിക്കണം. നാളെ സബ്മിറ്റ് ചെയ്യാത്തവരെ ഒരൊറ്റ എണ്ണത്തിനെയും ക്ലാസ് കയറ്റില്ല. എന്നെ അറിയാലോ. പിന്നെ ഇന്റേണൽ മാർക്സ് ഞാൻ കട്ട് ചെയ്യും. പിന്നെ ഇന്റേണൽ മാർക്സിന് വേണ്ടി എന്റെ പിന്നാലെ ഒന്നും ഒരു കാര്യമില്ല. അപ്പൊ നാളെ തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ പറഞ്ഞു. ഓക്കെ. അല്ല ഗിരിജ ടീച്ചറെ, ഈ സാരി ഏതാ? നന്നായിട്ടുണ്ടല്ലോ. ഇത് ഏത് കടയിൽ നിന്ന് എടുത്തത്? ഓ, കല്യാണം എന്നാണല്ലേ. എത്രയായി? ആ, പക്ഷെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2500 രൂപയൊക്കെ തോന്നിക്കുമല്ലോ. നന്നായിട്ടുണ്ട്. അതിന് മാച്ചായ കമ്മല്, വള, എന്താ വേണ്ടത് പിന്നെ? കുട്ടികൾ ഫുൾ ടൈം നോക്കിയിരിക്കലായിരിക്കും പണി. എന്താ എന്റെ പ്രശ്നം ഇപ്പൊ ഇതില്? മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസറിന് മാർക്ക് കിട്ടില്ല എന്നുള്ളതാ. ഇവിടെ ഒന്ന് ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് കാണിച്ചെന്നേ. ക്വസ്റ്റ്യൻ നമ്പർ ഇല്ലാതെ ഞാൻ എങ്ങനെ ഇവിടെ കൊണ്ടുപോയിട്ട് മാർക്ക് ഇടേണ്ടത്? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എക്സാമിന് മുമ്പ്? കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആയിട്ട് എഴുതിയാൽ മാത്രമേ ഞാൻ അതിന് മാർക്ക് തരുള്ളൂ. ഇതിപ്പോ ആൻസർ കറക്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് തരണം. ഇതൊന്നും പറ്റില്ല. പബ്ലിക് എക്സാം ആണ് വരുന്നത്. അതിലിപ്പോ താൻ ഇങ്ങനെ പോയി പറയോ അവരെടുത്ത് മാർക്ക് ഇട്ടിട്ടില്ല, ക്വസ്റ്റ്യൻ നമ്പർ മിസ്സായി എന്നൊക്കെ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ മാർക്ക് തരും, അല്ലെങ്കിൽ മാർക്ക് തരില്ല. പിന്നെന്താ പ്രശ്നം? അവിടെ നിൽക്ക് നോക്കട്ടെ. ആ, അല്ല, ഇത് നോക്ക്. ഈ ക്വസ്റ്റ്യന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടാ. എന്നിട്ട് ഇതിലിപ്പോ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ആകെ 2 ലൈനാണ് എഴുതിയിട്ടുള്ളത്. ഇതിനെ 2 മാർക്ക് കിട്ടാൻ ഞാൻ എന്തോ അപ്പൊ ഓർമ്മയില്ലാതെ ഇട്ടാന്ന്. ഇത് കുറയ്ക്കണം ഞാൻ. കുറയ്ക്കണം, ഈ കുറയ്ക്കാം. ഒരു റേഷൻ കെട്ടായിട്ട് എന്റെ അടുത്തേക്ക് വരണ്ട. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളത്. പറ്റില്ല. മര്യാദയ്ക്ക് അടുത്ത എക്സാമിൽ പഠിച്ച് കെയർഫുൾ ആയിട്ട് ആൻസർ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. അല്ലാണ്ട് എന്റെ പിന്നാലത്തെ ഒരു കാര്യമില്ല. ഇതാ കൊണ്ടുപോ.